നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ 250 മില്യൺ ഡൗൺലോഡ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഒളിമ്പസ് അവരുടെ ക്യാമറ ഡിവിഷൻ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സിന് വിൽക്കാൻ പോകുന്നു. ഇതേ കമ്പനിയായിരുന്നു മുമ്പ് സോണിയുടെ വായോ കമ്പ്യൂട്ടർ ഡിവിഷൻ വാങ്ങിച്ചത്. മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ATP ആൻറ്റിവൈറസ് ആപ്പ് ആൻഡ്രോയിഡ് ഫോണുകളിൽ പബ്ലിക് പ്രിവ്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിൽ ഇനി മുതൽ കന്നഡ, തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളും സപ്പോർട്ട് ചെയ്യും. വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിലെ ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഷാദി.comൽ സ്കിൻ കളർ വെച്ച് സെർച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള ഫീച്ചർ വിവാദങ്ങൾ കാരണം റിമൂവ് ചെയ്തിരിക്കുകയാണ്. ബ്രസീലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത വാട്സപ്പ് പേയ്മെൻറ്റ് സർവീസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ ബാങ്ക് ഓതറൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണിത്. നോക്കിയയുടെ 5G എയർ സ്കെയിൽ ക്ലൗഡ് RAN സൊല്യൂഷൻ ഇക്കൊല്ലം മുതൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആകുമെന്നാണ് നോക്കിയ അറിയിച്ചിരിക്കുന്നത്. ആപ്പിൾ iOSൽ ടെലിഗ്രാം ബീറ്റയിൽ വീഡിയോ കോൾ ഫീച്ചർ ആഡ് ചെയ്തിരിക്കുകയാണ്. സാംസങ് കേവ് എന്ന കമ്പനിയുമായി ചേർന്ന് സാംസങ് പേ കാർഡ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യയിൽ ഇനി ഗൂഗിളിൽ വാട്ട് ടു വാച്ച് എന്ന് സെർച്ച് ചെയ്താൽ മൂവി, TV ഷോ റെക്കമെൻഡേഷൻ വരും. Realme 2 Proയിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള Realme UI സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. സാംസങ് ഒഡീസി S9 എന്ന കേർഡ് ഗെയിമിംഗ് മോണിറ്റർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് 49 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഇതിൽ 240 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ വില ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത മാസം മുതൽ ഈ മോണിറ്ററിൻ്റെ ഗ്ലോബൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. സോണി WF-SP800N, WF-XB700 എന്നീ ട്രൂ വയർലെസ് ഇയർഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. WF-XB700ൻ്റെ വില വരുന്നത് 9990 രൂപയും WF-SP800Nൻ്റെ വില വരുന്നത് 18990 രൂപയുമാണ്. ഹോണർ ചോയ്സ് എന്ന ട്രൂ വയർലെസ് ഇയർബഡ്സ് അൺവീൽ ചെയ്തിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം സാംസങ് നോട്ട് 8, നോട്ട് 9, S9 സീരീസ്, S10 ലൈറ്റ്, നോട്ട് 10 ലൈറ്റ് എന്നീ ഫോണുകളിൽ ചില യൂസേഴ്സിന് ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വന്നിരിക്കുകയാണ്. iOS 14 ബീറ്റ സോഫ്റ്റ്വെയറിൽ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 60 ഹെർട്സായി ലിമിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് iPhone 12 സീരീസിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നതിൻ്റെ തെളിവാണ് എന്നാണ് പറയപ്പെടുന്നത്. ഷാർപ്പ് aqous R5G എന്ന ഷാർപ്പിൻ്റെ ആദ്യത്തെ 5G ഫോൺ ജൂലൈ 2 തൈവാനിൽ ലോഞ്ച് ചെയ്യും. 6.5 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ റെസൊല്യൂഷനുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 12+, 12+, 48+ TOF ലെൻസിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. 3730 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് A01 കോർ എന്ന ഫോണ് ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. HD റെസൊല്യൂഷനുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. മീഡിയാടെക്കിൻ്റെ HT6739WW എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 1GB റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സാംസങ് A51ൻ്റെ 8GB റാം വെർഷന് ഇന്ത്യയിലെ HDFC, ICICI, SBI കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1500 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 27,999 രൂപയാണ്. OnePlus TV 2020 മോഡലുകൾ ആമസോണിൽ പ്രീ ബുക്കിങ്ങിന് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 2 കൊല്ലത്തെ എക്സ്ട്രാ എക്സ്റ്റൻഡഡ് വാറണ്ടിയും ലഭിക്കും. സാംസങ് Fold 2 എന്ന ഫോണിൻ്റെ പുതിയ ഇമേജ് ലീക്കായിരിക്കുകയാണ്. iQOO എന്ന ടിപ്സ്റ്ററാണ് ഇമേജ് പുറത്തുവിട്ടിരിക്കുന്നത്. സാംസങ് ഗാലക്സി Z Flip 5G എന്ന ഫോണിന് ബ്ലൂടൂത്ത് SIG സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. മോട്ടറോള ജൂലൈ 7 യൂറോപ്പിൽ ഒരു ലോഞ്ച് ഇവൻ്റ് വെച്ചിട്ടുണ്ട്. ഇത് മോട്ടറോള എഡ്ജ് ലൈറ്റ് എന്ന ഫോണിൻ്റെ ലോഞ്ച് ഇവൻ്റ് ആയിരിക്കാനാണ് സാധ്യത. iqoo Z1X എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വരും. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറായിരിക്കും വരിക. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Vivo X50 സീരീസിന് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണുകൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. Vivo X50 സീരീസിൽ 2 ഫോണുകളാണ് വരുന്നത്. Vivo X50 പിന്നെ Vivo X50 Pro. സാംസങ് M51 എന്ന ഫോണ് ഇന്ത്യയിൽ സെപ്റ്റംബറിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. Redmi K40 എന്ന ഫോണ് സ്നാപ്ഡ്രാഗൺ 690 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്.
huawei P40 സീരീസിന് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണുകൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. iPhone 12ന്റെ ബോക്സിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുമെന്നാണ് റിപ്പോർട്ട്. Realme C3i എന്ന ഫോൺ വിയറ്റ്നാമിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് Realme C3 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. mediatekന്റെ ഹീലിയോ G70 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 8500 രൂപയാണ്. Poco X2 എന്ന ഫോണിൻ്റെ 8GB RAM വെർഷൻ്റെ വില ഇന്ത്യയിൽ കൂട്ടിയിരിക്കുകയാണ്. 20,999 രൂപയുള്ളത് 500 രൂപ കൂട്ടിയിട്ട് 21,499 രൂപയാക്കിയിട്ടുണ്ട്. റെഡ്മിയുടെ mediatek dimensity 1000+ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ അടുത്ത മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ Mi10 Pro Plus എന്ന ഫോൺ ഓഗസ്റ്റിലും Mi Mix 3 എന്ന ഫോൺ 2020 4th ക്വാഡ്രന്റിലും ലോഞ്ച് ചെയ്യും. Redmi 9 എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. mediatekന്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 5020 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 8500 രൂപയാണ്. Redmi 9 എന്ന ഫോണിൻ്റെ മോഡൽ നമ്പറിൽ വരുന്ന ഒരു ഫോണിന് TUV റെയിലൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് പോക്കോ ബ്രാൻഡിങ്ങിലാണ് വരുന്നത്. അപ്പം ഈ ഫോൺ പോക്കോയുടെ ഒരു ഫോണായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. Realme C11 എന്ന ഫോൺ geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 900 പോയിന്റും മൾട്ടി കോറിൽ 4157 പോയിന്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. mediatekന്റെ ഹീലിയോ G35 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇപ്പം ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയും ലീക്ക് ആയിട്ടുണ്ട്. ജൂൺ 30-നാണ് ഈ ഫോൺ മലേഷ്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ Realme C11 ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോൺ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും.